അവിടെ എന്തോ വീട്. അപ്പോൾ ഗായ്സ്, ഇത് പുതിയ വ്ളോഗാണ്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം അമൃത്സറിൽ ഗോൾഡൻ ടെമ്പിൾ പോയതായിരുന്നു. ഇപ്പോൾ നമ്മൾ ധർമ്മശാലയിലേക്ക് പോവാണ്. 3 ബൈക്കുണ്ട്. നമ്മൾ ഓൾ ഇന്ത്യ ട്രിപ്പിനിപ്പോൾ ഇവിടെ ബട്ടാല വരെ വന്നത് 2 ഹിമാലയൻ ആയിട്ടാണ്. ഇനി ഒരു വണ്ടിയും കൂടെ ആഡ് ആയിട്ടുണ്ട്. പ്ലസ് നമ്മളെ ബാക്കിൽ ധർമ്മശാലയിലേക്ക് 3 സഞ്ചാരികളും കൂടി ഉണ്ടാവും. ഒന്ന് വഹാബ്, ഒന്ന് ഫറാൻ, പിന്നെ വേറൊരു വണ്ടിയിൽ യൂനസും ഉണ്ട്. അപ്പോൾ ഇവൻ നമ്മളിപ്പോൾ ത്രിബിൾ വെച്ചിട്ട് അതിൽ കയറ്റാൻ പോവാണ്. അവിടെ നമ്മൾ ധർമ്മശാലയിലേക്ക് പോകും. പിന്നെ ഏതാടാ ആ ട്രക്ക് ചെയ്യുന്ന സ്ഥലം? അതിൻ്റെ ശേഷം പിന്നെ നമ്മൾ കരേരി എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. ട്രക്കിംഗ് ആണ്, അടിപൊളി ട്രക്കിംഗ് വ്യൂ ആണ് അവിടെ. അല്ലെങ്കിൽ പിന്നെ ത്രിയുണ്ട് എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അവിടെ എല്ലാവർക്കും അറിയുന്ന ട്രക്കാണത്, വൺ ഫേമസ് ട്രക്കാണ്. അവിടെ പോകും. പിന്നെ മക്ലോഡ്ഗഞ്ച് ഉണ്ട്, അവിടെ ഒരു വാട്ടർഫോളൊക്കെ ഉണ്ട്. അതൊക്കെ കാണാനാണ് ഇപ്പം പോകുന്നത്. ഞാൻ പോയതാണ്, ഞാൻ വരെ കൊണ്ടുപോവാണ്. അപ്പോൾ നമുക്ക് കൊണ്ടുപോകാൻ പറ്റിയ ഒരാളും ഉണ്ട്. പിന്നെ ചെറുതായിട്ട് സുഖമില്ലായ്മ ഒക്കെ ഉണ്ട്. അതൊക്കെ അന്ന് റെഡിയാവുമെന്ന് വിചാരിക്കണം. അവിടെ പോകുമ്പോൾ കുറേ മരുന്നൊക്കെ അടിച്ച് കയറ്റിക്കുന്നുണ്ട്. നല്ല മരുന്നുകളാട്ടോ, വൃത്തിയിട്ട മരുന്നുകളല്ല. അപ്പോൾ ഓക്കെ, ഇനി നമ്മൾ പോണ വഴികളൊക്കെ കാണിച്ചു തരാം. അവിടെ എത്തിയിട്ട് എന്താ അവസ്ഥ, നമ്മളെ അവസ്ഥ എന്താ, നമ്മൾ സൈഡാവോ, അതൊക്കെ കാണിച്ചു തരാം. ഓക്കെ. ഇപ്പം എന്താ നമ്മളിങ്ങനെ ഒരു ഇക്കാക്കൻ്റെ ഭാര്യ വീട്ടിൽ വന്നിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പം എന്താ 3 വണ്ടി എന്ന് പറഞ്ഞ് ഒന്നിതാണ്. ഇത് നിങ്ങളെ കൂടെ ആദ്യം ഉണ്ടേനു അങ്ങനെ പറഞ്ഞാൽ ഇന്ത്യൻ ട്രിപ്പിലേക്ക്. പിന്നെ ഇതാണ് 3ാമത്തെ ആള് ഇന്ത്യ ട്രിപ്പ് അടിക്കാൻ പോണേ, ജോയിൻ ചെയ്യണം. നിങ്ങൾക്ക് അറിയാം, ഇന്ത്യൻ ട്രാവലർ എന്ന് പറഞ്ഞ ഒരു വ്ളോഗാരനാണ്. പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് ലൈക്ക് ഹിസ് വീഡിയോസ് ആൻഡ് എവറിഥിങ്. ഇത് ഒരു കുട്ടി. പിന്നെ ഇതാണ് 3ാമത്തെ വണ്ടി. ഈ വണ്ടിയും കൂടി ഇപ്പം ഇനി ജോയിൻ ആവാൻ പോവാണ്. പിന്നെ ഇത് നിങ്ങൾക്ക് അറിയണ വണ്ടിയാണല്ലോ. ഈ വ്ളോഗറിനെ നിങ്ങൾക്ക് അറിയായിരിക്കും. ഞാനാണ് ഈ വ്ളോഗിന്റെ ഓണർ. അങ്ങനെ ഇതിന്റെ കുടുംബക്കാരി വരും. ആണോ? ഇത് ഏട്ടൻ്റെ മകളാണ്. എല്ലാ കുട്ടികളൊക്കെ ഇങ്ങനെ നോക്കിക്കാണ് നമ്മൾ പോണത് എവിടാണ് എന്താന്ന് നോക്കുക. അപ്പം ഇങ്ങനെ റൈഡിങ് കിറ്റൊക്കെ ഇട്ടിട്ട് ഇതാണ് 3ാമത്തെ ഒരാൾ. ഇവനിപ്പം കണ്ടിട്ടുണ്ടാവും. ഇതാണ് 3ാമത്തെ ആൾ. ഉണ്ടോ, വെള്ള ടീഷർട്ടും വെള്ള ഷൂസും ട്രിപ്പ് അടിക്കാൻ പോവാണ്. ഇതാണ് യൂനസ് എന്ന് പറയും. ഈ വ്ളോഗ് തുടങ്ങി. നമ്മളിപ്പോൾ ധർമ്മശാല എത്താനായിട്ടുണ്ട്. ഈ 13 കിലോമീറ്റർ കൂടി ഉള്ളൂ. അപ്പോൾ ഇതുവരെ വീഡിയോ വൃത്തിയിലെ കൊണ്ട് എടുക്കാൻ പറ്റിയില്ല. ഫുള്ള് റോഡ് പണി അതിനെക്കൊണ്ടാണ്. ഇപ്പോഴാണ് നല്ല റോഡ് കിട്ടിയത്. 10-20 കിലോമീറ്റർ നല്ല റോഡുള്ളൂ. ഇവിടെ വണ്ടി നിർത്തിയതാണ്, എന്താ അറിയില്ല. തുപ്പാനുണ്ടാവാ. അപ്പോൾ ഏകദേശം 9 ആയിട്ടുണ്ട്. 10 മണിയാവും അവിടെ എത്തുമ്പോൾ. നല്ല റൂം എടുത്തിട്ട് നിൽക്കുക. നമ്മളെ കാറ്റ് പോയിക്കുന്നു. ഓൾമോസ്റ്റ് 13 കിലോമീറ്റർ നമ്മളെ കാറ്റ് പോയിക്കണേ ഓൾമോസ്റ്റ്. ഞാൻ പാരസെറ്റമോളിലാണ് ഓടുന്നത് ഇപ്പോൾ. ബാക്കി എല്ലാവർക്കും പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ മഹാവിനത്തെ പറഞ്ഞു അവൻ ഇയല്ല അവിടെ വന്നത്. ഹലോ ഗായ്സ്, എന്താ ഞാൻ ഇരിക്കണം കാണാം. ചിലപ്പം കാണൂല. ഞാൻ എന്താ അവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. ഇതാ കണ്ടോ, ഇങ്ങനെ പോവാണ്. 2 കൂടിയും ഫ്ലാഷ് ഇല്ല, ലൈറ്റുള്ള സ്ഥലത്താണെങ്കിൽ തങ്ങൾക്ക് കാണാം. കണ്ടോ, 2 ബൈക്ക് മുന്നിലുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഫുൾ ഇതാണ്, കുന്നുകളാണ് നിങ്ങൾക്ക് കാണാൻ. ബട്ട് നമ്മൾ കുന്നിൽ നൈറ്റ് ആയതുകൊണ്ട് പിന്നെ സീനറി ഒന്നും കാണാൻ കഴിയുന്നില്ല. അവിടെയൊക്കെ അടിപൊളി സീനറിയാണ്. നമ്മളിപ്പോൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഇവിടുന്ന് ഒരു അരമണിക്കൂറും കൂടിയും ഇത് ധർമ്മശാല എത്താനായിക്കണ്. അപ്പോൾ അങ്ങനെയാണ്. ഞാൻ അതിൻ്റെ മുന്നേ ധർമ്മശാല വന്നിരുന്നു. അതാണ് ഞാൻ വേറെ ടൂർ ഗൈഡായിട്ടാണ് പോണേ. പക്ഷെ അത് എവിടെ എത്തുമെന്ന് നോക്കാം. കുറേ സ്ഥലങ്ങളുണ്ട് അവിടെ, ഒക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം. നമ്മൾ കൂടെ നിൽക്കി. ഓക്കെ, നമ്മൾ മക്ലോഡ്ഗഞ്ച് എത്തി. നമ്മൾ വന്ന ധർമ്മശാലയിലേക്കാണ്. അവിടുന്ന് ഒരു 5 കിലോമീറ്റർ മുകളിലേക്ക് കയറിയിട്ട് മക്ലോഡ്ഗഞ്ചിലെത്തി. ഇപ്പോൾ ഫുഡ് കഴിക്കാൻ കയറിയാണ്. 10:30 കഴിക്കാൻ, 10:11 കഴിക്കാൻ. റൂം എടുത്തിട്ടില്ല. റൂം 1-2 കണ്ടു വെച്ചിട്ടുണ്ട്. വിശന്നപ്പം ഫുഡ് കഴിക്കാൻ കയറിയത്. ഇനി നാളെ രാവിലെ ഇറങ്ങി നമ്മൾ ചിലപ്പോൾ ട്രക്ക് ചെയ്യും. ഇതിൻ്റെ അവസ്ഥ സൗണ്ടൊക്കെ കണ്ടില്ലേ, സുഖമില്ലാത്ത അവസ്ഥയാണ്. എന്നാലും നമ്മൾ വന്ന് ആ ഒരു വൈബിലും കൂടി വന്നു.
എല്ലാവരും ഫുഡ് കഴിക്കാൻ ഇരിക്കുകയാണ്. എന്നും കഴിക്കുന്ന പനീർ ബട്ടർ മസാലോ ബട്ടർ നാനും ആണ് ഓർഡർ ചെയ്തത്. സംഭവം രാവിലെ ആണ് ഇതിൻ്റെ വ്യൂ ഒക്കെ കിട്ടുക. രാത്രി നമുക്കറിയില്ല, നമുക്ക് ഒരു കുന്തം കാണില്ല, ആകെ റോഡ് മാത്രമേ കാണുന്നു. പിന്നെ റോഡ് നമുക്ക് ഫുൾ എടുക്കാൻ പറ്റിയിട്ടില്ല. ഇവിടെ വരെ വരുന്ന ടൈമിലൊക്കെ റോഡ് പണി നടക്കുന്നതിനെ കൊണ്ട് പിന്നെ ക്യാമറ ഹെൽമെറ്റിൽ മൗണ്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ പൊട്ടാൻ ചാൻസ് ഉണ്ട്. എൻ്റെ ഫോണൊക്കെ പൊട്ടിയതാണ്, സ്ക്രീനൊക്കെ പൊട്ടിക്കും, കണ്ടാൽ മനസ്സിലാവും. സോറി, ക്യാമറ പൊട്ടിയിട്ടുണ്ട്, സ്ക്രീനല്ല. സ്ക്രീൻ ഗാർഡൊക്കെ പൊട്ടിക്കണത് വേറെ. ഇതൊക്കെ മറ്റേ വണ്ടി ഓടിച്ച് വരുമ്പോൾ ഫോൺ നമ്മൾ നാവിഗേഷൻ വെച്ചിട്ട് പൊട്ടിയതാണ്. ഫ്രണ്ടിൽ പോണ വണ്ടീൻ്റെ ടയർ റോൾ ചെയ്യുമ്പോൾ അതിൻ്റെ കല്ലേറെ കയറിയിട്ട് നമ്മളെ ക്യാമറ തട്ടിയിട്ട് പൊട്ടി. അപ്പോൾ അങ്ങനത്തെ റോഡാണ്. അപ്പോൾ ക്യാമറ വെറുതെ വെച്ച് റിസ്ക് എടുക്കണ്ടല്ലോ വിചാരിച്ചിട്ട് ഒഴിവാക്കി. അപ്പോൾ ഓക്കെ, ഫുഡ് കാണിച്ചു തരാം. ഫുഡ് കഴിച്ചിട്ട് നമുക്ക് നെക്സ്റ്റ് വ്യൂയിലേക്ക് പോവാം. റൂം എടുത്തു കഴിഞ്ഞാൽ റൂം കാണിക്കുക. പിന്നെ നാളെ ഉറങ്ങി എണീച്ച് ഫ്രഷ് ആയിട്ട് നാളെ എന്താ ചെയ്യണമെന്ന് പറഞ്ഞു. ഓക്കെ, പനീർ ബട്ടർ മസാല വന്നിട്ടുണ്ട്. ഓർഡർ ചെയ്ത് 2-3 മിനിറ്റ് കൊണ്ട് വന്നു. അപ്പോൾ എല്ലാവർക്കും ഡൗട്ട് എന്താ വെച്ചാൽ പഴയതായിരിക്കോ ഈ തിന്നു. ഈ ജീവനോടുണ്ടെങ്കിൽ നമ്മൾ തിന്നാം. എല്ലാരും തിന്നട്ടെ. എനിക്കാണ് സുഖമില്ലാത്ത, അതിനോട് ലാസ്റ്റ് ഇബ്രാഹിം ഭയങ്കര തുടക്കല. വന്നത് ഫുള്ളും പൊടി പിടിച്ചു. നല്ല പനീർ ബട്ടർ മസാല കേട്ടോ. ഓരോ ചളി ഇരിക്കണ്ടേ ദോശയൊക്കെ, അതിൽ ചിരിക്കുകയാണ്. പ്ലേറ്റ് ഒക്കെ ഉണ്ടോ? ഡേഞ്ചറസ് പ്ലേറ്റാ. അയക്കാം. അവിടെ എന്തോ വീട് തിന്നോണ്ടിരിക്കുമ്പോ ഓളിനെന്തോ വീട് പ്ലേറ്റിലേക്ക്. എന്താ ഹലാലായ കൂറ ഞാൻ ലൈവ് കണ്ടത് വീണത്. ഐസപ്പം നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. ഫുഡ് വൃത്തിയില്ലാത്ത ഹോട്ടലാണ്. യോനസ് ഹോട്ടൽ ഇതാണ്. അതിൽ താഴെ ഇവിടെ എല്ലാം കൂടി മിക്സ് ആയിട്ടാണ്, അതിൻ്റെ ഉള്ളിലുള്ളൊരു ഹോട്ടൽ. ഇപ്പോൾ ചായ അടിക്കാൻ വേണ്ടി ഇറങ്ങിയാണ്. ജസ്റ്റ് ഇപ്പുറത്ത് തന്നെ ചായൻ്റെ ഇവിടെ നായി ഇവിടെ സിംഹത്തിൻ്റെ വലിപ്പമുണ്ട്. അപ്പോൾ ചായ അടിക്കാൻ ഇറങ്ങിയാണ്. 15 ഡിഗ്രി എന്നൊക്കെ പറയണേ, തണുപ്പ് ഫീൽ ചെയ്യില്ല. ഹാബിന് എന്തൊക്കെ പറയാനുണ്ട്? എന്നോടല്ലേ ചോദിക്കണ്ടേ? എൻ്റെ ഹോട്ടലൊക്കെ അവിടെ നിന്ന് വാങ്ങാൻ നോക്കിക്കാണ്. ഇവിടെ ഒരു കോഫി ചോദിച്ചു. അപ്പൊ കോഫി വെച്ചപ്പോ 60 രൂപയാണ് പറഞ്ഞത്. ഇതാണ് കോഫി പീടിയ. ചായ ഇല്ല, മൈക്കിന്റെ അടുത്താടാ. ഇതാണ് ഇങ്ങനെ ഇപ്പൊ നടക്കന്നെ. എന്താ ചെയ്യാന്നൊന്നും ഒരു കുറ്റം പിടുത്തില്ല. ഇതാണ് ഇവിടുത്തെ മോൾ റോഡ് എന്ന് പറയുന്നത്. ഒരു റോഡും ഇല്ല, കുറെ ബാറുകൾ. കോഫിക്ക് 60 രൂപ അറിഞ്ഞു. ഇവിടെ ചായ ഉണ്ട് തോന്നുന്നു. ഇവിടെ മാഗി ഉണ്ട്. ഏറ്റവും ബെസ്റ്റ് നമ്മളിങ്ങനെ നാട്ടിലൊക്കെ വരുമ്പോൾ മാഗി ഒന്നും കേട്ടോ. മാഗി ആകുമ്പോൾ ഒരു 50 രൂപയ്ക്ക് ഒരാൾക്ക് മാഗിയും കിട്ടും. നമുക്ക് അത്ര ടെൻഷൻ വേണ്ട. എല്ലായിടത്തും മാഗി ഒരേ സാധനമാണല്ലോ. പക്ഷെ വെള്ളം സൂക്ഷിക്കണം. വെള്ളം ചിലപ്പോൾ പണി കിട്ടാൻ ചാൻസ് ഉണ്ട്. എടാ आपकी है? हाँ, एक चाय मिलेगा? हाँ, ये किसका शॉप है? बंदा आएगा अभी दौड़ता दौड़ता. हाँ, ये लॉर्न अंडा आनंद. हाँ, मेरा है पर तेड़ा है. ഹലോ, അണ്ടുണ്ട്. രാവിലെ അണ്ട ഉണ്ടുമ്പോഴാ
രാവിലെ കണ്ടൊന്നും നമ്മളെ രസം. ആള് വന്നിട്ടോ. ₹20 ചായ കിട്ടോ ഈ ചെറിയ കപ്പിന്. സാരില്ല, കഴിക്കുന്നുണ്ട്. അതേമാതിരി എന്തൊക്കെ ആവണുണ്ട് അല്ലേ യൂൻസ്? അതെ.